ഫീറ്റ് 5000 സ്ക്വയർ ഫീറ്റുള്ള ഹോർഡിംഗ് ബോർഡാണ് പിണറായി വിജയനെ സംബന്ധിച്ച് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്താക്കുന്നത്. അവിടുന്ന് 1 കിലോമീറ്റർ സഞ്ചരിക്കും വീണ്ടും അതുപോലെ ഒരു ഹോർഡിംഗ് ബോർഡ്. പുതിയ പടം റിലീസ് ആകുമ്പോൾ വെച്ചാക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ്. അതുപോലെ അതേ സെയിം വലുപ്പത്തിലുള്ള വലിയ വലിയ ബോർഡുകൾ നാട്ടുമ്പുറത്തോടെ കേരളം ഒട്ടിക്ക് വെച്ചിട്ടുണ്ട്. അല്ലാത്ത കാര്യം മാത്രമല്ല, അത് വെക്കാമല്ലോ. കാരണം അതിനൊന്നും കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. കാരണം ജനങ്ങൾ വെറും ബലഹീനരാണ്, അവർ അസംഘടിതരാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നലെ മറ്റും പറയുന്നത് കേട്ടു, അത് ഏതോ ഒരു കേന്ദ്രത്തിൽ കേട്ടതാണ്, ശരിയാണെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം 5 സംസ്ഥാനങ്ങളിൽ പരസ്യം കൊടുക്കാൻ പോകുന്നു, ഇലക്ഷൻ ഇപ്പോൾ എടുക്കാൻ പോകണല്ലോ. അപ്പോൾ ഒരു 5 സംസ്ഥാനങ്ങൾ, കേരളത്തിലല്ല കേരളത്തിന് പുറത്തുള്ള 5 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യം കൊടുക്കും എന്നാണ് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഇതിനകത്ത് ആ പരസ്യത്തിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയുന്നു. ശരിയാണെന്ന് എനിക്കറിയില്ല, മാറ്റി വെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ചിലവുകൾ ഇവിടെ വരുന്നുണ്ടല്ലോ. നാഷണൽ ഹൈവേയുടെ ബ്ലോക്ക് കാണിച്ചുകൊണ്ടാണ് കേരളം നമ്പർ 1 ആയി. അതുപോലെ തന്നെ ഗ്രാമീണ വികസന റോഡുകൾ തുറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ പരസ്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പരസ്യങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. റോഡുകൾ ഇപ്പോൾ കേരളത്തിലെ ഒരു റോഡുകിടെ നടന്നു പോലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. റോഡാണോ തോടാണോ എന്ന് പോലും അറിയാൻ മേലാത്ത തരത്തിലാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. നാഷണൽ ഹൈവേയിലെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് റോഡുകൾ ഉണ്ടായിരിക്കും, ഗ്രാമീണ റോഡുകളൊന്നുമില്ല. മറ്റ് റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജനങ്ങൾ വണ്ടിയുടെ സ്പെയർ പാർട്ട് മേടിച്ച് മടുത്തു. അതുപോലെ തന്നെ നടുവ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റൽ ചികിത്സ. അപ്പോൾ ഈ വഴികളെല്ലാം ഒരു രീതിയിലല്ലെങ്കിൽ പൊളിഞ്ഞും അതുപോലെ നശിഞ്ഞും കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സർക്കാരിന് വരുമാനമാണ്. അതുപോലെ തന്നെ വണ്ടികൾ പണിത് കഴിഞ്ഞാൽ സ്പെയർ പാർട്ട് വിറ്റ് കഴിഞ്ഞാൽ ഉണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പല രീതിയിലുള്ള വരുമാനങ്ങൾ 1 by 1 ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതെങ്ങനെ സംഭവിച്ചാലും മറ്റത്തും ഈ ഇല മുള്ള വീണാലും മുള്ള ഇല വീണാലും സംഗതി ഇവർ തന്നെയെന്ന് പറഞ്ഞാൽ എതിലെ കറക്കി അടിച്ച് കൊണ്ടുവന്നാൽ തന്നെയും കാശ് ഇവർക്ക് കിട്ടിക്കോളും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ. ഭരണമെന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ കൂട്ടിയടിയും ഈ പാരവിയും ഈ പങ്കിടിയിലും ഈ കൂട്ടുകച്ചവടം അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഈ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അല്ല നമ്മൾ തുടങ്ങി വെച്ചത്. അതെ, അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ വളരെയധികം ആരോപണങ്ങൾ ഈ സമൂഹത്തിൽ, ഈ കേരള സമൂഹത്തിൽ, ലോകമായ രാജ്യങ്ങളെല്ലാം ഈ ഒരു ആദ്യ സംഭവങ്ങളിലും വളരെ രീതിയിലൊരു വലിയൊരു ബോംബ് പോലെയാണ് വന്ന് ഭവിച്ചത്. അത് വലിയ വലിയ ചാനലുകാരാണ് ഈ രംഗത്തേക്ക് വന്നത്. അതായത് ഒരു സ്ത്രീനെ ഗർഭിണിയാക്കി, അതുപോലെ തന്നെ ഗർഭചിത്രം നടത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ള വോയിസുകൾ കാര്യങ്ങളൊക്കെ വന്നു. ഈ വോയിസിനെ സംബന്ധിച്ച് ഇത്രയോ നാളായിട്ട് ഒരു വ്യക്തികൾ പോലും ഇതിൻ്റെ അകത്ത് എതിർകക്ഷിയായിട്ട്, അതായത് വാദിയുടെ ഭാഗത്ത് വന്നിട്ടില്ല, പ്രതിയുടെ ഭാഗത്തും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം വളരെയധികം ആരോപണങ്ങൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഏറ്റുവാങ്ങേണ്ട വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി അനുഭവിച്ച അതേ മാനസിക വ്യതയിലൂടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം കടന്നു പോയെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി ഏൽക്കേണ്ട വന്നു. അതിന് ഉത്തരം കൊടുക്കാനായിട്ട് പോലും സമ്മതിക്കാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്തിക്കാതെ അവസാന നിമിഷത്തിൽ ഇത് ചെയ്തു എന്നുള്ള രീതിയിൽ ചാനൽ മൊത്തം, അതായത് പ്രമുഖ ചാനലുകാർ വളരെയധികം പ്രഹരങ്ങൾ ഏൽപ്പിച്ചു മാനസികമായിട്ട്. അല്ലാതെ ഇവർക്ക് ഈ ചാനലുകാർക്ക് ഇതിൻ്റെ അകത്ത് പങ്കില്ല. ശരിക്കും തീർച്ചയായിട്ടും ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ഈ രാഷ്ട്രീയക്കാരുടെ എല്ലാം പരിപാടികൾ ഇങ്ങനെയാണ്. ഒരുത്തിനെ നശിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്ത്രീനെ വെച്ചുള്ള ഇടപാടാണല്ലോ ഇപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ സാധിക്കുന്നത്. അതാണല്ലോ സമീപകാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം അങ്ങനെയാണ്. കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇച്ചിരി കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണാണെങ്കിൽ അത് പെട്ടെന്ന് എളുപ്പമുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു സ്ത്രീയെ പിന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വളരെ ആസൂത്രിതമായിരിക്കും. ഉമ്മൻചാണ്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി ചെയ്ത കാര്യങ്ങളാണ്. അതിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു ആസൂത്രിതമായിട്ടൊരു നീക്കം പറയുന്നതിൻ്റെ സഡൻ ഒരു അറ്റാക്കാണ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടം അത് പ്രതീക്ഷിച്ചില്ല. 16 വർഷ കാലങ്ങൾക്ക് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, പിന്നെ അതുപോലെ പല വിഷയങ്ങളുണ്ട്, ഇനി ഒരുപാട് വരാൻ പോകുന്നു, വലിയ ബോംബ് പൊട്ടും, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവരൊരുപാട് പർവ്വതീകരിച്ച് കൊണ്ടുവന്ന് അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് MLA ഒക്കെ ആയിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഇദ്ദേഹം ഡൗൺ ആകും എന്നാണ് ഇവർ വിചാരിച്ചത്. സത്യത്തിൽ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ഇദ്ദേഹം ഡൗൺ ആവുകയും ചെയ്തു. പിന്നീട് കേരള സമൂഹത്തിൽ നിന്നുള്ള വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന് വരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ വിളിച്ചും അദ്ദേഹത്തെ നേരിൽ കണ്ടുമൊക്കെയായിട്ട് വലിയ സപ്പോർട്ടുകൾ വന്നു.
ഭരണകക്ഷിയിൽപ്പെട്ട ആൾക്കാർ പോലും പലരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന രഹസ്യമായിട്ട്. കാരണം അവർക്കറിയാമല്ലോ ഇതിനകത്ത് കാര്യമൊന്നുമില്ല. അവർ സഹിച്ചു മടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർ ഉദ്ദേശിച്ച തരത്തിലേക്കൊരു ഒരു നല്ല നീക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ 1-2 ദിവസം ഇവർ ഭംഗിയായിട്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രം നേരെ മാറി. ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇവരുടെ ഈ പേക്കുത്തുകളൊന്നും നിൽക്കുകയില്ല. ഇനിയിപ്പോൾ ജനം ഇവരുടെ പഴയ കാലത്തുള്ള ഇത്തരം ഈ പിന്നെ കോഴിയുടെ കാര്യങ്ങളൊക്കെ രംഗത്തേക്ക് വരും. കോഴിയുടെ കാര്യങ്ങളൊക്കെ പലതും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒക്കെ ഇനി വരാൻ പോകുന്ന ഇപ്പം ഈ കേക്കച്ചൻ്റെ കോഴി വാർത്തകളാണല്ലോ കൂടുതലും ഇപ്പം ജനങ്ങൾ വിശ്വസിച്ച് പോയത്. കേക്കച്ചൻ്റെ ആസൂത്രമായ പരിപാടിയാണല്ലോ, കേക്കച്ചൻ്റെ അതിമോഹമാണല്ലോ ഇത് ഇപ്പോൾ കൂടുതൽ രംഗത്ത് വരാൻ കാരണം. കേക്കച്ചൻ മാത്രമല്ല, 2-3 പേര് വേറെയുണ്ട്. രാമനിലയത്തിലൊക്കെ, തൃശ്ശൂർ രാമനിലയത്തിലൊക്കെ ഒരുപാട് കോഴി തിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവനൊക്കെ കയറി വന്നാൽ പ്രസംഗിക്കണം. ആ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ്. ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ. ഉണ്ണിത്താൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ചില തെളിവുകളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ കാണിയലാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. അതുപോലെ ഒരുപാട് കഥകളുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഒരു നാണോ ഉളുപ്പുമില്ലാതെ ഇവർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഈ പിന്നെ മദ്യ നിരോധന സമിതി എന്ന് പറഞ്ഞ് പഴയ കാലത്തുണ്ടായിരുന്നല്ലോ. രാവിലെ മുതൽ അവർ പ്രസംഗിക്കാൻ തുടങ്ങും, മദ്യം കഴിക്കരുത്, അത് വലിയ കുഴപ്പമാണ്, കുടുംബകലഹം ഉണ്ടാവും, കൊടുക്കരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കിടക്കും. ഈ പ്രസംഗം കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ പറഞ്ഞിട്ട് കയറുക എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഇവരുടെ ഈ വിഷയം ഇഷ്ടമല്ലാതെ പരോക്ഷമായിട്ട് തന്നെ രാഹുലിനെതിരായിട്ട് ഒരു ലേഡി, റിമി എന്ന് പറഞ്ഞ ഒരു ലേഡി രംഗത്തേക്ക് വന്നായിരുന്നു. നമ്മൾ പേരെടുത്ത് പറയുകയാണ്. ഈ ലേഡിക്ക് ഒരു മനസാക്ഷി കുത്ത എന്ന് പറഞ്ഞ സംഭവമില്ലേ? അത് ഈ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാലേ ഒരു നിശ്ചിത ഗണത്തിൽപ്പെടുന്നതൊക്കെ എന്തും പറയാനും ഏത് വ്യക്തിയെ സംബന്ധിച്ച് ഏത് ആരോപണം ഉന്നയിക്കാനും എന്ത് പറയാനും ഒരു മടിയുള്ളതല്ല. ഈ വീട്ടിലുള്ള കാരണവന്മാരൊക്കെ ഇത് കാണുന്നില്ലേ? അത് എന്നോട് ചോദിക്കുകയല്ലേ, മോളെ നീ ഇതെന്താ ഈ പറയുന്നത്? അത് നീ ചാനലുകാരെ വിളിച്ചിട്ട് അല്പവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നീ ചാനലുകാർക്ക് എന്തൊക്കെ ഇൻ്റർവ്യൂ ആണ് കൊടുക്കുന്നതെന്ന് ഈ വീട്ടിലുള്ള സ്വന്തത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും സഹോദരനൊക്കെ ചോദിക്കുകയല്ലേ ഇതെന്താ? അത് കാരണവന്മാരും ഒക്കെ ഏതാണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അത് അത്തരത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ അല്പവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഈ പൊതുരംഗത്തൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ കാരണവന്മാരൊക്കെ ഒരു ദിവസം അല്ലെ 2 ദിവസം കണ്ടു കഴിയുമ്പോഴേ അടിയും കൊടുത്ത് വീട്ടിലിരുത്തുള്ളൂ. ഇല്ല, അതിപ്പോൾ നമ്മുടെ കേരള സമൂഹം അത് അങ്ങനെ ആയിപ്പോയെന്നേ. ഇവരൊക്കെ ഇത്തരത്തിലേക്ക് ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ സ്ത്രീകളെല്ലാം ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സ്ഥലത്തും മുൻഗണന കൊടുക്കണമെന്നല്ലേ ഇപ്പോൾ പറയുന്നത്. സ്ത്രീകൾക്ക് അംഗീകാരം ഇല്ലെന്നും അവരെ മുഖ്യധാരയിലിട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇത് മുൻഗണന കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യണം? കാഴ്ചക്കാർക്ക് കണ്ണിന് ഇമ്പം കിട്ടുന്നൊരു ധാരണയാണ്. പക്ഷേ സമൂഹം ഏത് രീതിയിലാണ് കാണുന്നത്? അതിൻ്റെ സമൂഹം അങ്ങനെ കണ്ടാൽ പോലും ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിന് വേണ്ടി രംഗത്തേക്ക് വരുന്നില്ലല്ലോ. അവർക്കും ചിലപ്പോൾ അത് താല്പര്യമായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ ചാനലിൽ കൂടെ ജോണിയേട്ടൻ ഇനിയും വരും. അല്ല ജോണിയേട്ടാ? തീർച്ചയായിട്ടും. കാരണം ഈ നാടിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നാടിനെ നല്ല കാര്യങ്ങളിലേക്ക് നയിക്കണമെന്ന ഒരാഗ്രഹമായിട്ടാണ് ഈ കാലം അത്രയും ജോണിയേട്ടന് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ജോണിയേട്ടന് ഇത്രയും അധികം സമയം ചെലവഴിക്കാനായിട്ട്, ഞങ്ങളുടെ ഒപ്പം ചെലവഴിക്കാനായിട്ട് കാണിച്ച മനസ്സിനെ നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.